ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയൽ എന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ രതീഷിനെയാണ് കേട്ടോ. രതീഷ് കിരണിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രതീഷ് പറയുന്നുണ്ട്, സാറേ എന്നാലും എങ്ങനെയായിരിക്കും ഈ കൊലയാളി അകത്ത് കയറിയത്? അല്ല, ഈ കൊലയാളി ഈ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി നമ്മൾ പറയുന്നുണ്ടെങ്കിലും അപകടമൊന്നും ഒഴിഞ്ഞു പോയില്ലല്ലോ സാറേ എന്ന് പറയാണ്. ആ സമയത്ത് കിരൺ പറയണ്ട, അതേടാ അതന്നെ ഞാൻ ആലോചിക്കണത്. രതീഷ് പറയുന്നുണ്ട്, സാറേ എന്നാലും ഇത് ഗംഗപ്രസാദിന്റെ കൂട്ടുകാരായിരിക്കോ അതോ വിക്രത്തിന്റെ കൂട്ടുകാരായിരിക്കോ? ആരുടെ കൂട്ടുകാരെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾക്കാർ തന്നെയാണ് അവര്. കാരണം വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്ത് കറക്റ്റ് ആയിട്ടാണ് അവർ വീടിനുള്ളിലേക്ക് കയറുന്നത്. അതെ സാറേ, അതുകൊണ്ടാണ് എനിക്ക് സംശയം ആ സരയുവിനെയും സരയുവിന്റെ അമ്മ ഷാരീനെയൊക്കെ. അവരൊന്നും വിശ്വസിക്കാൻ പാടില്ല സാറേ. എടാ നീ ഇങ്ങനൊന്നും പറയല്ലേ, എനിക്ക് അവരെയൊക്കെ വിശ്വാസമാണ്. നീ പറയുന്ന പോലെ ഒന്നല്ല, അവർക്ക് നമ്മുടെ ശത്രുത തോന്നേണ്ട കാര്യമില്ലല്ലോ. കാരണം അവരുടെ ഇപ്പൊ ചെലവും കാര്യങ്ങളും അവര് നോക്കുന്നത് പോലും ഞാനും കല്യാണിയും അച്ഛനും അമ്മയൊക്കെയാണ്. പിന്നെ എന്തിനാ അവിടുത്തെ അവർക്ക് അങ്ങോട്ട് ദേഷ്യം തോന്നണത്? സാറേ, ഞാൻ എന്തായാലും വേലുവിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. വേലു പറഞ്ഞതേ കൊലയാളിനെയും കുത്താൻ വന്ന ആളെയും കൂട്ടിക്കൊണ്ട് അവിടെ ഊരിലേക്ക് വാ, അവിടെ ബലിമൃഗങ്ങൾക്ക് കൊടുക്കാന്നാണ്. നീ അപ്പോഴേക്കും അത് വേലുവിനോട് പറഞ്ഞു? പറഞ്ഞു, അവൻ രാവിലെ വിളിച്ചിരുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാ അവൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരാന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. അത് ഏതായാലും നന്നായടാ. അവന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം ഉണ്ടാവും. നീയും അവനുള്ളതാ എനിക്കിപ്പോ വലിയൊരു ആശ്വാസം. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതിനിടയിൽ ആ സരയുവിന്റെ അമ്മ താര അവര് കല്യാണിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ലേ? അതാ സാറേ എനിക്ക് സംശയം കൂടിയത്. അത് വെറുതെ അയച്ചതായിരിക്കും. അവർക്ക് എന്തോ പോലത്തെ പേടി പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും, അതായിരിക്കും അങ്ങനെ അയച്ചത്. എന്തായാലും സാറേ ഒന്ന് സൂക്ഷിക്കണം. അല്ല വീട്ടില് CCTV ഒക്കെ ഇല്ലേ? ഉണ്ടടാ, നമുക്ക് CCTV നോക്കിയാലോ? അവൻ പുറകെ നിന്നിട്ടാണോ മുൻപിൽ നിന്നിട്ടാണോ അകത്തേക്ക് കയറിയെന്ന് അറിയാലോ. അത് നീ പറഞ്ഞ ശരിയാണ്. നമുക്ക് CCTV നോക്കാം എന്ന് പറഞ്ഞിട്ട് കിരണും രതീഷും കൂടി നേരെ അപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കാതെ കല്യാണിനെയാട്ടോ. കല്യാണി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചന്ദ്രസേന വരുവാണ്. അച്ഛനോ വാച്ച എങ്ങനെയുണ്ട് ഇപ്പൊ ആന്റിക്ക്? എന്ത് പറയാനാ, രൂപേനെ ICUന്ന് റൂമിലേക്ക് മാറ്റിയപ്പോ ഷാരീനെ ICUലേക്ക് കയറ്റി. അപകടനിലം തരണം ചെയ്തുകൊണ്ടിരിക്കണതാ ഡോക്ടർമാര് പറഞ്ഞത്. പക്ഷെ ഒരു കണക്കിന് ഷാരിക്ക് കുത്തുകൊണ്ടത് നന്നായി മോളെ. ഞാൻ സ്വാർത്ഥമായിട്ട് പറയണല്ല. മോൾക്ക് ആ കുത്തുകൊണ്ടേന്നുണ്ടെങ്കിൽ മോളുടെ അവസ്ഥ മോളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു പ്രാവശ്യം കുത്തുകൊണ്ടിന്റെ മുറിവ് ഉണങ്ങി വരുന്നേ ഉള്ളൂ. അതിനിടയിൽ ഒരു പ്രാവശ്യം കൂടി കുത്തുകൊണ്ട് ആ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോവുകയും അത് വലിയൊരു അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അത് ഷാരിക്കായിട്ട് ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തുകൊണ്ടിരിക്കുക. മോൾക്കാണെങ്കിൽ അതുപോലും പറ്റില്ലായിരുന്നു. എന്നാലും എങ്ങനെയിരിക്കും മോളെ ഇയാള് അകത്തേക്ക് കയറുന്നത്? മോളെ അയാളെ മുഖം എങ്ങനെയും കണ്ടിരുന്നോ? ഇല്ല അച്ഛാ, ഞാൻ മുഖം ഒന്നും കണ്ടില്ല. അയാൾ മാസ്ക് ഒക്കെ വെച്ച് മുഖമൊക്കെ മൂടിയിട്ടാണ് വന്നത്. പക്ഷെ അയാളെ കണ്ടപ്പോ എനിക്ക് എവിടെയോ കണ്ട പോലെ തോന്നുവാണ്. എന്നാ മിക്കവാറും വിക്രത്തിന്റെ കൂട്ടുകാരനായിരിക്കും അല്ലെ? അതെ അച്ഛാ, വിക്രത്തിൽ തന്നെ അവനെ ചാൻസ്. കാരണം അവനെ ചെറുപ്പം മുതലേ കുറെ കൂട്ടുകാരുണ്ട്. മദ്യവും മയക്കുമരുന്നൊക്കെ അവനെ കൊടുത്ത് ശീലിപ്പിച്ചത് ഈ കൂട്ടുകാരാണ്. ആ ചെറുപ്പം തൊട്ടുള്ള ആ കൂട്ടുകാര് അവൻ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, അവനെ കാണാൻ വേണ്ടി അവസാനം ആ ഗൾഫുകാരന്റെ വീട്ടിൽ പോയി കണ്ടപ്പോഴേക്കും അവന്റെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു എന്ന്. മദ്യപിച്ച് മയക്കം മറന്നിട്ട് അവരവിടെ കിടന്നുറങ്ങിയെന്ന്. എന്നാ സംശയിക്കട്ടെ മോളെ, അവന്റെ കൂട്ടുകാർ തന്നെയായിരിക്കും. വന്ന ആളുടെ കണ്ണ് കണ്ടിട്ട് പിന്നാമ്പുറം കണ്ടിട്ടൊക്കെ എനിക്ക് അയാളെ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട് അച്ഛാ. ചില ആൾക്കാരെ അങ്ങനെയാണല്ലോ, നമുക്ക് പിൻവശം കണ്ടാലും ചെറുതായിട്ട് മനസ്സിലാവുമല്ലോ. അത് മോള് പറഞ്ഞ ശരിയാ. അല്ല മോളെ, ഈ പിന്നിൽ കൂടിയാ വന്നതെന്നുണ്ടെങ്കിൽ പിന്നിലെ വാതിൽ കുത്തി തുറന്നിട്ടുണ്ടാവില്ലേ? അത് ശരിയാ. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഞാനത് നോക്കിയില്ല അച്ഛാ. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രസേനും കല്യാണിയും കൂടി പിൻവശത്തേക്ക് പോവാണ്. പക്ഷെ വാതില് കുത്തി തുറന്നായിട്ട് ഒരു ലക്ഷണം അവിടെ കാണുന്നില്ല കേട്ടോ. ചന്ദ്രസേനൻ പറഞ്ഞു, മോളെ ഇവിടെ വാതിൽ കുത്തി തുറന്നായിട്ടൊന്നും തോന്നണില്ല. അതെ, ലോക്കൊക്കെ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറിയിട്ട് അവിടുത്തെ വാതിൽ തുറന്നിട്ട് അയാൾ തന്നെയാണ് ഇവിടുത്തെ അടുക്കളയിലെ വാതിൽ തുറന്നു വെച്ചെങ്കിലോ. കാരണം മോള് മുകളിൽ ഇറങ്ങുന്ന ആൾക്ക് അറിയായിരിക്കും. മുകളിലേക്ക് വന്ന് മോളെ കുത്തിയിട്ട് താഴെ വരി സ്പീഡിൽ ഇറങ്ങി പോവാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ മിക്കവാറും താഴത്തെ വാതിൽ തുറന്നിട്ടത്. അയാൾ തന്നെയായിരിക്കും തുറന്നിട്ടത്. നമുക്ക് മുകളിൽ പോയി നോക്കാം. മോള് മുകളിലെ വാതിൽ ചിലപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലോ അയാൾ അതിലേക്ക് കൂടി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനും കല്യാണിയും കൂടി നേരെ മുകളിലേക്ക് പോവാണ്. അവിടെ പോയി നോക്കുമ്പോ ലോക്ക് ഇട്ടിട്ട് വാതിലിന്. മോള് ലോക്ക് ഇട്ടിട്ടാണല്ലോ ഉറങ്ങിയത്? അതേച്ചാ, ഞാൻ ലോക്ക് ഇട്ടിട്ട് ഉറങ്ങാറ്. പിന്നെ അച്ഛമ്മക്ക് ഒരു സംശയം പോലെ തോന്നി. അപ്പൊ പിന്നെ അയാൾ ആരായിരിക്കും വന്നത്? ഇനി അകത്തുനിന്ന് ആരെങ്കിലും തുറന്നു കൊടുത്തതായിരിക്കോ എന്ന് കല്യാണി ചോദിക്കുമ്പോ, അകത്തുനിന്ന് ആര് തുറന്നു കൊടുക്കാനാ? നീ കല്യാണി മോളും ഷാരിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അത് ശരിയാ. ചന്ദ്രസേനൻ പറഞ്ഞിട്ട് എനിക്ക് എന്നാലും ആരായിരിക്കും? കല്യാണി പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ആന്റി ഇന്നലെ മാർക്കറ്റിൽ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അടുക്കളയിലായിരിക്കും ആന്റി മിക്ക നേരവും.
അല്ലെങ്കിൽ ആന്റി അടുക്കളയിലായിരിക്കും. അങ്ങനെ ആന്റി അടുക്കളയിലുള്ള സമയത്ത് അകത്തേക്ക് കയറി അകത്ത് ഒളിഞ്ഞു നിന്നതാണെങ്കിലോ കൊലയാളി, മോൾ പറഞ്ഞത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ കിരണും രതീഷും കൂടി വരുന്നത് കേട്ടോ. കിരണേട്ടാ, അച്ഛനോട് വന്നിരുന്നോ? വന്നിരുന്നു മോനെ. അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ, വാർഡിലേക്ക് മാറ്റി, ആളുണ്ട് അവിടെ, അതാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ ഇവിടെ CCTV ഒക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അച്ഛാ. വന്ന കൊലയാളി പുറം വാതിലെ കൂടി അല്ലെങ്കിൽ മുൻവാതിലെ കൂടി ടൈകളെ കയറിയിട്ടുണ്ടാവാം. അപ്പൊ ആളെ തിരിച്ചറിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അവിടത്തെ കാട്ടിലെ മരദൈവങ്ങൾക്ക് ഇപ്പോഴും ബലി കൊടുക്കണമെന്ന് ഉണ്ടാവുമായിരിക്കും. അതായിരിക്കും ഇപ്പൊ വീണ്ടും ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോഴേക്കും രതീഷ് പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് ഡൗട്ട് വേറൊന്നുമല്ല, കല്യാണിക്ക് മെസ്സേജ് താരാന്റെ അയച്ചിട്ടുണ്ട് സൂക്ഷിക്കണെന്ന് പറഞ്ഞിട്ട്. അവര് അപകടം നേരത്തെ മണത്താർന്നത് കൊണ്ടാണല്ലോ അങ്ങനെ അയച്ചത്. അപ്പൊ അങ്ങനെ അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാറേ, ഞാൻ ഇപ്പോഴും പറയാണ്, ഷാരിയും അതുപോലെ തന്നെ അവരുടെ മകൾ സാരിയും ശരിയല്ല, അവരത്ര നല്ലവരല്ല എന്ന് പറയണം. കാരണം സരിയൂന് നിങ്ങളുടെ ദേഷ്യം ഉണ്ടാവായിരിക്കും, അവള് പുറമൊന്നും കാണിക്കുന്നില്ല, പക്ഷെ മനോഹറിന്റെ അവൾക്ക് തീർത്ത പകയാണ്. മനോഹറിന്റെ അടുത്തേക്ക് ഇപ്പൊ നിങ്ങളെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കാണിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ആ ദേഷ്യം ഉള്ളിൽ വെച്ച് പകയായിട്ട് അവൾ അത് എടുത്തതായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോ കിരൺ പറഞ്ഞു, രതീഷ് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സരിയൂനെ ഞാൻ സംശയിക്കില്ല, അവൾക്ക് അങ്ങനത്തെ ഒരു വിചാരവും ഉണ്ടാവില്ല. അവൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ പുറമെ കാണിക്കുന്ന പെണ്ണാണ്, അവളെ അമ്മേനെ സംശയിക്കാനൊന്നും ഞാനില്ല എന്ന് പറയാണ്. ആ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞ, മോനെ നീ ഒരുപാട് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കല്ലേ, അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് എന്ന് പറയാണ്. രതീഷ് പറയുന്നുണ്ട്, എനിക്ക് സംശയം അവരെ തന്നെയാണ് കേട്ടോ എന്ന് പറയാണ്. എന്നാൽ നമുക്ക് CCTV നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ CCTVയിൽ അവിടുത്തെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും അതിലൊന്നും കാണുന്നില്ല. കിരൺ പറയണ്ട, അച്ഛാ ഇതിലൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ, CCTV കംപ്ലൈന്റ് എന്നാ കാണിക്കണത്. കംപ്ലൈന്റോ? അതെ, ഇതിലെ ഒന്നും കാണിക്കുന്നില്ല അച്ഛാ. അപ്പൊ രതീഷ് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇന്നലത്തെ വരെ ദൃശ്യങ്ങളുണ്ട്, ഇന്നത്തെയാണ് ഇല്ലാത്തത്. അല്ല, ഇന്ന് സരിയോ എങ്ങാനും കൂടെ വന്നിരുന്നോ കല്യാണി എന്ന് ചോദിക്കുകയാണ് രതീഷ്. വന്നിരുന്നു, ഇന്ന് രാവിലെ ഞാനും കിരീട്ടിനോട് വന്നപ്പോ സരി ഇവിടെ ഉണ്ടായിരുന്നു. കേട്ടില്ല സാറേ. അപ്പൊ അവള് തന്നെ അവള് രാവിലെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത്. രതീഷ്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ, ഇത് പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും വിക്രത്തിന്റെ കൂട്ടുകാർ അവരൊക്കെ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്തതായിരിക്കും. ഈ വീടിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആരോ തന്നെയാണ് സാറേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ് രതീഷ്. അപ്പൊ കിരൺ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കല്യാണിയും ആലോചിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന താരേനെയാണ്. താര എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സരയു വരുവാട്ടോ. സരയു ഇങ്ങനെ താരനെ നോക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ അമ്മേ വളർത്തമ്മ അവിടെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്, എന്നിട്ടും ഞാനിവിടെ വന്നത് നിങ്ങളെ കാണാനായിട്ടാണ് എന്ന് പറയണേ. അതെന്തിനാന്നറിയാവോ? നിങ്ങൾ കല്യാണിക്ക് മെസ്സേജ് അയക്കോ അല്ലെ, എന്റെ പ്ലാൻ അവൾക്ക് ഊതി കൊടുക്കോ അല്ലെ. നിങ്ങൾക്കറിയാവോ, ആ കൊലയാളിക്ക് വാതു തോന്നുന്നത് എന്റെ പോറ്റമ്മയാണ്. അവർക്ക് എന്നെ അത്രമാത്രം സ്നേഹമാണ്, നിങ്ങളെക്കാളും സ്നേഹം അവർക്ക് എന്നോടുണ്ട്. അതെനിക്ക് മനസ്സിലായി. എന്റെ അച്ഛനെ പോലെ തന്നെയാ എനിക്ക് വേണ്ടി എന്തു ചെയ്യാൻ മടിക്കില്ല അവര്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്നേഹം ആ കല്യാണം എടുത്ത എന്നോടല്ല എന്ന് പറഞ്ഞിട്ട് മുടിയിൽ കുത്തിനെ കയറി പിടിക്കാനായിട്ട് പറയണ്ടത്. നിങ്ങളുടെ മുഖത്തേക്ക് എന്റെ കൈ വീശാൻ എനിക്ക് അത്ര സമയമൊന്നും വേണ്ട, പിന്നെ പോട്ടേന്ന് വെച്ചിട്ടാണ്. നോക്ക്, നിങ്ങൾ എന്നെ ഒറ്റ കൊടുത്തതാണല്ലേ. അപ്പൊ ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അത് താര ആക്ഷൻ കാണിക്കുമ്പോ പറഞ്ഞിട്ടില്ലേ, എന്നിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാനൊന്നും അറിയില്ലെന്നോ? നിങ്ങൾക്കറിയാവോ, ആ കല്യാണം മര്യാദക്ക് കുത്തി പോകേണ്ടതായ ആ കൊലയാളി നിങ്ങൾ കാരണം അത് വഴിതെറ്റി പോയത്, നിങ്ങൾ എല്ലാത്തിനും കാരണം. ആ കൊലയാളി അങ്ങനെ കല്യാണിനെ കൊന്നിരുന്നെങ്കിൽ കിരൺ കുറെ നാളെ വിഷമിച്ചിരിക്കും, എനിക്കതറിയാം. പക്ഷെ അവനെ സമാധാനിപ്പിക്കുന്ന, അവന്റെ കമ്പനി നോക്കുന്ന എന്നോട് അവന് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ള ആൾക്കാർ നിർബന്ധിക്കും, അവന്റെ കുഞ്ഞിന് ഒരു അച്ഛനും വേണം, അവന്റെ കുഞ്ഞിന് ഒരു അമ്മയും വേണം, എന്റെ കുഞ്ഞിന് ഒരു അച്ഛനും വേണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി കൂടെയുള്ളവർ തീരുമാനിക്കുമായിരുന്നു. അതാ നിങ്ങൾ ഇല്ലാതാക്കിയത്. നിങ്ങൾ എല്ലാത്തിനും കാരണം. എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സരിയാകെ പൊട്ടിത്തെറിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.